ഇസ്രായേൽ ജനത രക്ഷാകരമായ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ 7 സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് നമ്മൾ കഴിഞ്ഞ ടോക്കിൽ ശ്രദ്ധിച്ചത്. ഇസ്രായേലിൻ്റെ ബന്ധം, അതായത് ഫസ്റ്റ് ലവ്, അതായത് ഒരു വിവാഹ ബന്ധത്തിനോട് ചേർന്നുള്ള ഒരു വളരെ ആഗാഢമായ ബന്ധത്തെക്കുറിച്ചാണ്. ഡീപ്പ് റിലേഷൻഷിപ്പ്, അതായത് ഫസ്റ്റ് ലവിൽ നിന്നൊക്കെ മാറുന്നു, അതിനെക്കുറിച്ചാണ്. അത് എഫേസസ് സഭയിൽ പറയുന്നത്. ഈ ആദ്യത്തെ 3 സഭയിൽ പറയുന്നത് ഇസ്രായേൽ ജനം പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ അലഞ്ഞ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിലായിരുന്നു, വിൽഡർനെസ്സിലായിരുന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത്. അതാണ് ഫസ്റ്റ് ഇസ്രായേൽസ് അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞു, വിവാഹബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ. 2 സ്മിർണയിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്, ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഇസ്രായേൽ. പെർഗമോസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിൻ്റെ പരാജയമാണ്. അപ്പോൾ ഇതാണ് വിൽഡർനെസ്സിലായിരുന്ന സമയം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ. പിന്നെ 4 തലമുള്ളത് അത് ദ ലാൻഡിലായിരുന്ന സമയത്താണ്. അതായത് ആദ്യത്തേത് ഇസ്രായേൽ രാജാക്കന്മാരുടെ കാലഘട്ടമാണ്. അതായത് തിയത്രിയ സഭയിലെ കാര്യങ്ങൾ അതാണ് പറയുന്നത്. പിന്നെ സാർദീസ് സഭയിൽ പറയുന്നത് ഇസ്രായേലിനെ റിമൂവ് ചെയ്യുന്ന, അതായത് ഡെഡ് ആയതുകൊണ്ട് റിമൂവ് ചെയ്യപ്പെടുകയാണ്. ഇതിലേക്കൊക്കെ നമ്മൾ ഇനി ഡിസ്റ്റിങ്ഷൻസ് മനസ്സിലാക്കുമ്പോൾ കുറേ കൂടി മനസ്സിലാവും. 6ാമത്തത് ഫിലഡൽഫിയയിൽ ദ ഡേ ഓഫ് ജൂദാസ് കിങ്. പിന്നെ അവസാനത്തത് ജൂദാസ് റിമൂവൽ. 7 കാര്യങ്ങളാണുള്ളത്. 1 ഇസ്രായേൽസ് അപ്പോസ്റ്റൽസ്, 2 ഇസ്രായേൽസ് ടെസ്റ്റിംഗ്, 3 ഇസ്രായേൽസ് ഫെയിലിയർ, 4 ദ ഡേ ഓഫ് ഇസ്രായേൽസ് കിങ്, 5 ഇസ്രായേൽസ് റിമൂവൽ, 6 ദ ഡേ ഓഫ് ജൂദാസ് കിങ്, 7 ജൂദാസ് റിമൂവൽ. അപ്പോൾ ഇവർ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. ആദ്യം ഇനി വരുന്ന 2 മീൻസ് ലാൻഡിൽ വരുന്ന ആദ്യം ഇസ്രായേൽ രാജാക്കന്മാരുടെ കാലഘട്ടം, പിന്നെ അവരെ ഇല്ലായ്മ ചെയ്യുന്നു, ജഡ്ജ്മെൻ്റ് ഉണ്ടാവുന്നതാണ്. ഫിലഡൽഫിയയിൽ യൂദ രാജാക്കന്മാരുടെ കാര്യങ്ങൾ പറയുന്നു, അവസാനം വരുമ്പോൾ അവരെയും റിമൂവ് ചെയ്യുന്നു. അതോടുകൂടി ഓൾഡ് കവനൻറ്റിൽ അവരിൽ നിന്ന് അത് എടുക്കപ്പെട്ടാണ് പിന്നെ പുതിയ കവനൻറ്റ് വരുന്നത്. അതാണ് ഈശോയിൽ അത് പുതിയ കവനൻ്റായിട്ട് വരുന്നത്. കാരണം ഇവർ ഉപേക്ഷിച്ചു എന്നിട്ട് ദൈവത്തിന് പദ്ധതി പൂർത്തീകരിക്കാതെ പറ്റില്ലല്ലോ. അപ്പോഴാണ് പുതിയ ഉടമ്പടിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കണക്ഷൻസിലാണ് നമ്മൾ ഓരോ സഭയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ദൈവബന്ധത്തെക്കുറിച്ചാണ്. ആ ദൈവബന്ധത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതാണ് കള്ളപ്രവാചകർ. അതിൻ്റെ ഒരു കാരണം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ കള്ളപ്രവാചകരിൽ പ്രവർത്തിക്കുന്നത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ അരൂപിയാണ്. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ അരൂപി നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ചിലപ്പോൾ പ്രവാചകരാകണമെന്നില്ല, പക്ഷെ നമ്മൾ കള്ളപ്രവാചകരെ അറിയാതെ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ് നമ്മളിലേക്ക് കയറും. അപ്പോൾ നമുക്ക് പണ്ടുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള അച്ചടക്കവും ആത്മീയ അഭിവൃദ്ധിയും പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അതായത് കാരണം പല ആൾക്കാരും നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഇപ്പോൾ പല കൾട്ടുകളിലേക്കും പോയിട്ടുള്ളത്, പ്രാർത്ഥന ഗ്രൂപ്പിലെ ആൾക്കാർ സ്പിരിച്വൽ ഗ്രീഡ് നല്ലതല്ല. അതുപോലെ തന്നെ ദർശനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ദൈവമേ നീ എന്നോട് സംസാരിക്കണേ, അതൊരു എന്താ പറയുക, ഒരു നിസ്സഹായ അവസ്ഥയിൽ ചോദിക്കുന്നതാണ്. യു സ്പീക്ക്, ഐ വാണ്ട് ഡിറക്ഷൻ. ഇതല്ല, അത് എല്ലാം ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ എന്താണ്, അതിൻ്റെ പുറകെ എന്താണ്. നമ്മൾ പറഞ്ഞ എക്സഡസിൻ്റെ കാലഘട്ടം, ഇപ്പോൾ ഒരു 10 മഹാമാരി, ഇതിനകത്തൊരു 10ൻ്റെ സംഖ്യ വരുന്നുണ്ട്. അപ്പോൾ ഒരു അഫ്ലിക്ഷൻ, അതായത് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സമയമാണ്. ഏത് ഇസ്രായേൽ ജനം ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം, അത് മുഴുവൻ വായിക്കാം. സഭയുടെ ദൂതൻ എഴുതുക. ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായി പറയുന്നു, നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം. എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദനെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താന്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങൾ ഞാൻ അറിയുന്നു. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം
വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല. അപ്പം നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ട്, ലിറ്റർജി ഉണ്ട്, റെവലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിലാദ്യം നമുക്കൊന്ന് ലിറ്റർജി നോക്കാം. ഈ കുറച്ചും കൂടി അറ്റൻഷൻ വേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് ലേവ്യർ 23-ാം അധ്യായം എടുക്കുക. ലേവ്യർ 23-ാം അധ്യായം. അവിടെ ടൈറ്റിൽസ് നോക്കാം. കുറേ ഫീസ്റ്റുകളുടെ ടൈറ്റിൽസ് ഉണ്ടല്ലോ. എത്ര ടൈറ്റിൽസ്, എത്ര ഫീസ്റ്റ് ഉണ്ട് അവിടെ? 7 ഫീസ്റ്റ് ഉണ്ട്. അത് രണ്ട് ടൈപ്പിലാണ് വരുന്നത്. സ്പ്രിംഗ് ഫീസ്റ്റും ഹാർവെസ്റ്റ് ഫീസ്റ്റും കാണും. കിട്ടിയാ? ലേവ്യർ 23 കിട്ടിയാൽ ഇങ്ങനെയാണ് നമ്മൾ വെളിപാടിൻ്റെ രഹസ്യം മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് മുഴുവൻ ബൈബിള് നമ്മൾ ക്രോസ് ചെയ്യേണ്ടി ഒരു 6 ദിവസം കൊണ്ട്. എന്നാലാണ് എവിടെയോ എന്തോ ഉണ്ടെന്ന് പിന്നെ പതുക്കെ മനസ്സിലാവും വീണ്ടും വായിക്കുമ്പോൾ. അപ്പോൾ എന്താ 7 ഫീസ്റ്റുകൾ കണ്ടില്ലേ? അത് 2 കാറ്റഗറിയിലാണ് വരിക. ഏത്? സ്പ്രിംഗ് ഫീസ്റ്റും ഹാർവെസ്റ്റ് ഫീസ്റ്റും. അപ്പോൾ സ്പ്രിംഗ് ഫീസ്റ്റിൽ വരുന്നതാണ് പാസ് ഓവർ, അൺലെവൻഡ് ബ്രെഡ്, ഫസ്റ്റ് ഫ്രൂട്ട്, പെൻറ്റക്കോസ്റ്റ്. ആ ഫീസ്റ്റുകൾ 4 കഴിഞ്ഞു. പിന്നെ ഹാർവെസ്റ്റ് ഫീസ്റ്റിലാണ് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് ട്രംഫറ്റ്, ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, പിന്നെ ഫെസ്റ്റിവൽ ഓഫ് ബൂത്ത്. 3. ഇത് നിങ്ങൾ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലും വെളിച്ചം കിട്ടിയാൽ അതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു. ഇപ്പം ഞാൻ 2 കാര്യം പറഞ്ഞു. സ്പ്രിംഗ് ഫീസ്റ്റിനെ കുറിച്ചും പറഞ്ഞു, ഹാർവെസ്റ്റിനെ കുറിച്ചും പറഞ്ഞു. ആദ്യത്തേൽ പാസ് ഓവർ ഉണ്ട്, അൺലെവൻ ബ്രെഡ് ഉണ്ട്, ഫസ്റ്റ് ഫ്രൂട്ട് ഉണ്ട്, പെൻറ്റക്കോസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ഇതിൽ ഏതാണുള്ളത്? ഫെസ്റ്റിവൽ ഓഫ് ട്രംഫറ്റ് ഉണ്ട്, ഡേ ഓഫ് അറ്റോൺമെൻറ്റ് ഉണ്ട്, ഫെസ്റ്റിവൽ ഓഫ് ബൂത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നമ്മൾ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. പഴയ നിയമത്തിൽ ലേവ്യർ 23 വായിക്കുമ്പോൾ കിട്ടും. നമുക്ക് ഇത് പുതിയ നിയമത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും രഹസ്യം അതല്ല, അവിടേക്ക് എത്തിയിട്ടില്ല. യേശുവിൻ്റെ, ഇനി ഞാനൊന്ന് ക്ലൂ പറയാം. യേശുവിൻ്റെ ഫസ്റ്റ് വരവും സെക്കൻഡ് വരവും ഇനി ഒന്ന് നോക്കിയേ. ഫസ്റ്റ് വരവിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? 4 നടന്നില്ലേ? പെന്തക്കോസ്തോടു കൂടി ഫസ്റ്റ് വരവ് കഴിഞ്ഞില്ലേ? ഇനി സെക്കൻഡ് ഹാർവെസ്റ്റ്. ഇനി വരുന്നത് എന്തിനാണ്? ഇനി നമ്മൾ കാണും ഏത് അരിവാളായിട്ട് വരണേന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്തിട്ടാ? അപ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ആദ്യത്തെ നമുക്കറിയാം. ഇനി നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. 3 ഫീസ്റ്റുകൾ. ഓക്കെ, അതിലേതൊക്കെയാണ്? ട്രംഫറ്റ്. ഈ ട്രംഫറ്റ് ഇത് ജഡ്ജ്മെൻ്റാണ്. അത് എന്താണ് ഉദ്ഘോഷിക്കുന്നത്? ആൻറ്റി ക്രൈസ്റ്റ് വരാൻ പോവാന്ന്. ആൻറ്റി ക്രൈസ്റ്റ് ഈസ് കമ്മിങ്. അന്തിക്രിസ്തു വരും. രണ്ടാമത് ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. അതെന്താണ്? മഹാമാരി വരും. ഫെസ്റ്റിവൽ ഓഫ് ബൂത്ത്, ആൻറ്റി ക്രൈസ്റ്റ് വിൽ ബി ഡിഫീറ്റഡ്. ഇതുവരെയുള്ളത് നമുക്ക് അനുഭവമുള്ളതാണ്. ഇനി നമുക്ക് ഈ ദിവസങ്ങളിൽ ഇനി വരാൻ പോണ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3rd സെക്ഷനിലേക്ക് മൂവ് ഇല്ലേ? അപ്പോൾ ഈ 3 കാര്യം നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇതതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. മറ്റേ സ്ട്രക്ചർ നമുക്ക് നമ്മൾ കുർബാന കാലങ്ങളിലൂടെയൊക്കെ ആഘോഷിക്കുന്നു, എല്ലാം ഉണ്ട്. ഫസ്റ്റ് കമ്മിങ്ങിൻ്റെ കാര്യം നമുക്ക് ക്ലിയറാണ്. സെക്കൻഡ് കമ്മിങ്ങിൽ ഈ 3 കാര്യങ്ങളാണ് നടക്കാനുള്ളത്. ഏതൊക്കെയാണ്? അന്തിക്രിസ്തു വരും, വാറുണ്ടാവും, അന്തിക്രിസ്തു തോൽക്കും. അന്തിക്രിസ്തു വരുന്ന രീതിയും അത് പടരുന്ന ശൈലിയും കണ്ടു കഴിഞ്ഞാൽ അതാണ് ഈ ലോകമെന്ന് ആൾക്കാരെ അതുമാതിരി ഭയപ്പെടുത്തും. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ലിറ്റർജിക്കൽ ആസ്പെക്റ്റും ജഡ്ജ്മെൻ്റ് എല്ലാം നമ്മൾ പറയും. ഇനി നമുക്ക് സ്മിർനയിലെ കാര്യത്തൊന്നും കൂടി ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ ഓരോന്ന് ഇതിൻ്റെ കാര്യം നോക്കാം. ഇവർക്കുള്ള വാഗ്ദാനം എന്താണ്? നോ സെക്കൻഡ് ഡെത്ത്. ഇവർ പെർസിക്യൂഷനിലാണ് പോകുന്നത്. ഇവർക്കുള്ള ഓഫർ ഏതാണ്? 2ാം മരണമില്ല. അതായത് ഇവർ മെറ്റീരിയലിസ്റ്റിക്കലി വളരെ പൂറാണ്. ഈ സഭയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഭൗതികമായിട്ട് ഒന്നുമില്ല, പക്ഷേ സ്പിരിച്വലി ഉണ്ടെന്നും പറയുന്നുണ്ട്.
ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സിനഗോഗ് ഓഫ് സേറ്റൻ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ പറയുന്നത്. വെളിപാട് 2:9 പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സിനഗോഗ് ഓഫ് സേറ്റൻ? ഇത് നമ്മളെ ചിലപ്പോൾ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് റോമ 2:28 വായിക്കാം. എന്തെന്നാൽ ബാഹ്യമായ യഹൂദനായിരിക്കുന്നവരല്ല യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിശുദ്ധൻ ബാഹ്യമോ ശാരീരികമോ അല്ല. ആന്തരികമായ യഹൂദനായിരിക്കുന്നവരാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിശോധനമാണ് യഥാർത്ഥ പരിശോധന. ഇവർ വളരെയധികം എക്സ്റ്റേണലായി മാറുകയാണ്. ഒരു സ്ഥലത്ത് കുറേ പേര് വിശ്വാസത്തിൽ വളരുന്നുണ്ട്. ഈ യഹൂദ നിന്നാണല്ലോ കുറേ പേര് ക്രിസ്ത്യാനിയായത്, ആവാത്തവരുണ്ട്. അപ്പം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ എക്സ്റ്റേണാലിറ്റീസിൽ നിൽക്കുകയാണ്. അപ്പം അവർ ലോ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ലോ ഗിവറിന് ഒരു പ്രത്യേകിച്ച് റെസ്പെക്റ്റ് ഒന്നുമില്ല. നിയമം കാത്തു. നിയമം തന്നവനോടോ ഒരു ഒരു ബന്ധവുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ നമുക്ക് ജീവിക്കാം. പിന്നെ പറയുന്നതാണ് കൃപയിലല്ല പ്രവൃത്തിയിലാണ് ജീവിതം. ഇത് തിരിച്ചറിയാനും ഇത് വിലയിരുത്താനും വളരെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. നമ്മൾ കൃപയിലാണോ പ്രവൃത്തിയിലാണോ? പ്രവൃത്തി നമുക്ക് വേണം. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതാണ് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. യാക്കോബ് 2 നമുക്ക് പ്രവൃത്തി വേണം. അത് കത്തോലിക്ക സഭയ്ക്ക് മുഖമുദ്രയാണ്. അതാണ് നമ്മൾ ഡിഫറൻ്റ് ആക്കുന്നത്. ഇതെടുത്ത് ചെയ്യുന്നവർ വിശ്വാസമില്ലാണ്ട് പ്രവൃത്തി ചെയ്താലോ? വിശ്വാസമില്ലാണ്ട് പ്രവൃത്തികൾ ചെയ്യാലോ? അപ്പം എന്താണ്? നമ്മൾ കൃപയിൽ നിന്ന് സ്ലിപ്പ് ചെയ്യും. കൃപയിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് മെക്കാനിക്കലായിട്ട് മാറുന്നു. അവർക്ക് കർത്താവായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ചെയ്യുന്നതെല്ലാം നല്ല കാര്യം. റോമ 11:1-8 വരെയുള്ള വചനങ്ങൾ വായിക്കാം. അതിനാൽ ഞാൻ ചോദിക്കുന്നു, ദൈവം തന്റെ ജനത്തെ പരിത്യജിച്ചുവോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെയും അബ്രാഹത്തിന്റെ സന്തതിയും ബെന്യാമീൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല. ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയാ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവെ, അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു. അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്. അവർ എന്റെ ജീവനെയും തേടുന്നു. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്തെന്നോ? ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം കാലഘട്ടത്തിലും ഉണ്ട്. അത് കൃപയാലാണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാലാണെങ്കിൽ അത് പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയില്ല. അതുകൊണ്ട് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു. മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും. ഏശയ്യാ 29:10. സ്പിരിറ്റ് ഉറക്കത്തിലായി മാറും. കൃപയിലുള്ള ആൾക്കാണ് ഇത് മനസ്സിലാവുള്ളൂ. സ്പിരിറ്റ് ഉറങ്ങിക്കെടുക്കുകയാണ്. അത് ഒരിക്കലും ഉണരുന്നില്ല, ഉണർത്താൻ ആഗ്രഹിക്കുന്നുമില്ല. സ്ലംബറിൽ ഫുൾ ലൈഫ് കടന്നു. ഇത് കടന്നു പോകുമ്പോൾ അന്നാ നല്ലൊരു ശതമാനം ഈ പറയുന്ന ആൾക്കാരെ കുറിച്ച് എന്താ പറയുന്നത്? ഭയങ്കര സർവീസാന്ന് പറയുന്നത്. ഈ സ്ലംബറിങ് സ്പിരിറ്റ് വന്ന് ഇംപ്രിസൺ, അതായത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇംപ്രിസ്മെന്റ് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഇനി പുറത്ത് കടത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തട്ട് കിട്ടും, കെടുത്തുന്ന തട്ട് കിട്ടുമെന്ന് പറയില്ല. അതായത് പണി നിർത്തുന്ന തട്ട് കിട്ടിയാലേ സാധ്യതയുള്ളൂ. സാധ്യതയാണ് പണി. പണി നിർത്തുന്ന പണി കിട്ടണം, എന്നാലും സാധ്യത കുറവ്. സ്പിരിറ്റ് ഉറങ്ങിപ്പോയിട്ട് എത്ര പേരാണെന്നറിയണം. നമ്മൾ ഈ ഇംപ്രൂവ്മെൻറ്റിലേക്ക് പോകണ്ടോയെന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ നമ്മളെ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ ഇംപ്രസൻ്റ് ആണോ എന്നുകൂടി നമ്മൾ അറിയണം. വെറുതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ. അപ്പോൾ ഈ പേഴ്സിക്യൂഷൻ ഈശോ
പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. പെർസിക്യൂഷൻ ബൈ ദ സിനഗോഗ് വാസ് സംതിങ് ദാറ്റ് ജീസസ് ഹാഡ് പ്രോമിസ് ചെയ്തിട്ടുള്ളതല്ലേ. എവിടേക്കാണ്? മത്തായി 23:34, മർക്കോസ് 13:9, ലൂക്ക 21:12, യോഹന്നാൻ 16:12, പിന്നെ പൗലോസ്ലീഹ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇത് പ്രോമിസ് ചെയ്താണെങ്കിൽ പൗലോസ്ലീഹ എക്സ്പീരിയൻസ് ചെയ്തു. ആക്ട്സ് 9:20-23 വരെ, ആക്ട്സ് 13:45-50 വരെ, ആക്ട്സ് 14:2, ആക്ട്സ് 17:5-10 വരെ, ആക്ട്സ് 18:6, ആക്ട്സ് 18:28, ആക്ട്സ് 19:9, ആക്ട്സ് 22:22. ഒരു വചനം ഓർമ്മ വന്ന് നേരത്തെ വിട്ടുപോയതാണ്. റോമ 4:1 വായിക്കും. ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തെ കുറിച്ച് എന്താണ് പറയേണ്ടത്? അബ്രാഹം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്. ദൈവസന്നിധിയിൽ ഇതാണ് കൃപയും പ്രവൃത്തിയും തമ്മിലുള്ള. ഇതെന്ന് നമുക്ക് തിരിച്ചറിയുന്നോ അന്ന് നമ്മൾ അല്പം വളരാൻ തുടങ്ങും ആത്മാവിൽ. നമ്മളതുപോലെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു പ്രവൃത്തികൾക്ക് വേണ്ടി. ട്രെയിൻ ചെയ്തോ ഫോം ചെയ്തോ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് പ്രധാനപ്പെട്ടതെന്ന് അതിനു വേണ്ടി എത്ര സമയം വേണമെങ്കിലും കളയും. ഇപ്പോൾ ഒരാളോട് ചോദിച്ചു നോക്കിയാൽ പ്രവൃത്തിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും, പക്ഷെ കൃപയിൽ വളരാൻ കുറച്ച് സമയം സറണ്ടർ ചെയ്യാൻ പറഞ്ഞാലോ അതിന് സമയമില്ല എന്ന് പറയും. ഇവിടെ ഈ സിനഗോഗ് ഈ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏർലി ക്രിസ്ത്യൻസ് യഹൂദരുടെ കയ്യിൽ നിന്ന് സഹിക്കുന്നുണ്ട്. അത് നമുക്ക് വചനത്തിലൂടെ വായിക്കാം. ആക്ട്സ് 13:50. എന്നാൽ യഹൂദന്മാർ പ്രമാണികളായ 10 സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പൗലോസിനും ബർന്നബാസിനും എതിരായ പീഡനം ഇളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സഹനത്തിന് ഇവരെ വിധേയമാക്കുകയാണ്. പിന്നെ 14:2 വായിക്കാം. വിധിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായ വിജാതിയെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ആക്ട്സ് 14:19. ഈ 10 ദിവസം എന്ന് പറയുന്നത് നമുക്ക് ദാനിയേൽ 1:12 ഉള്ളതാണ്. ഈ ദാസന്മാരെ 10 ദിവസത്തേക്ക് പരീക്ഷിച്ചു നോക്കി. അവർക്ക് സസ്യഭക്ഷണവും ജലവും മാത്രം തരിക. ഇത് തന്നെയാണ് പുറപ്പാട് നമുക്ക് 17-ാം അധ്യായം തൊട്ട് 12 വരെ മഹാമാരി ഉള്ളത്. ഈ ടെസ്റ്റുകളുണ്ട്. ഇവിടെ ക്രൗൺ കിട്ടുമെന്നാണ് പറയുന്നത് അല്ലേ? സെക്കൻഡ് ഡെത്ത് ഉണ്ടാവില്ല. പിന്നെന്താണ് പറയുന്നത്? അവസാനത്തെ വാക്ക് എന്താണ്? എക്സഡസിൽ ഒരാൾക്ക് കിരീടം കിട്ടിയില്ലേ? ആരാണ്? ജോസഫ്. അതാണ്, അതിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ സംഭവം പറയുന്നത്. നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. ഏത്? സ്മിർനയിലെ. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്ത സഭയാണ് പെർഗമം. ഇവിടെ ഇസ്രായേൽ ഡെസേർട്ടിലാണ്. അതായത് ഇവിടെ ഡെസേർട്ടിലെന്ന് പറയുമ്പോൾ ഫെയിലിയേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തേൽ ബന്ധം കാണിച്ചു, രണ്ടാമത്തേൽ പരീക്ഷണമാണ്, മൂന്നാമത്തേൽ പരാജയമാണ്. ഇസ്രായേലിന് കുറേ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ സഭയെക്കുറിച്ച് പറയുന്നത് എന്താണ്? കോംപ്രമൈസിങ് നമ്മൾ പണ്ട് പറഞ്ഞില്ലേ, കോംപ്രമൈസ് ചെയ്യാം. ഒന്ന് ആ ഭാഗം ഒന്ന് മുഴുവൻ വായിക്കോ. പെർഗാമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആ മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു, ആ നീ എവിടെ വസിക്കുന്നു എന്ന് എനിക്കറിയാം. ആ സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. അവിടെ നിന്ന് നിർത്താം. സാത്താൻ്റെ സിംഹാസനം. ഈ സാത്താൻ്റെ സിംഹാസനം എന്താണ്? ഈ പെർഗമിൽ 2 രക്ഷകരുണ്ട്. ആരോട് മത്സരിക്കുന്നു? യഥാർത്ഥ ദൈവത്തോട് മത്സരിക്കുന്ന 2 രക്ഷകർ പെർഗമിൽ ഓൾറെഡി ഉണ്ട്. അവരാരൊക്കെയാണ്? ഒന്ന്, ഇംഗ്ലീഷിൽ തന്നെ എഴുതിക്കുക സ്പെല്ലിങ്. AS ഒരു ദേവൻ്റെ പേരാണ്. ASKLES
PIOS, എസ്കിലിപ്പോസ്. എസ്കിലിപ്പോസ് എന്ന് പറയുന്ന ഒരു സർപ്പൻ്റാണ്. അതൊരു സർപ്പൻ്റായിട്ടാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത്. ആൾക്ക് ഈ ദേവന് ഹീലിംഗ് പവർ ഉണ്ട്. പിന്നെ സേവൂസ് എന്ന് പറഞ്ഞ ഒരെണ്ണുണ്ട്, ZEUS. അപ്പോൾ സേവൂസും സേവിയറാണ് അവിടെ. ഇത് രണ്ടുമാണ് അവിടുത്തെ ഒരു സിറ്റുവേഷനാണ്. അവിടെ എംപറർ വർഷിപ്പിൻ്റെ സെൻറ്ററാണ്. അതുകൊണ്ടാണ് സാത്താൻ്റെ സിംഹാസനം എന്ന് പറയുന്നത്. ഇനി തുടർന്ന് വായിച്ചോ. എങ്കിലും എന്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. സാധിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എന്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് പ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവിടുന്നില്ല. ഇത് പിടിച്ചു നിന്ന ഒരാളാണ്, അതിനുവേണ്ടി മരണം വരിച്ച വ്യക്തിയാണ്. എങ്കിലും നിനക്കെതിരായ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച് ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിന്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കോംപ്രമൈസിങ് ചർച്ചിൽ എന്താണ് നമ്മൾ പറഞ്ഞ റോങ് ടീച്ചിങ് എന്തൊരു കാര്യം പറഞ്ഞില്ലേ, ഡോക്ട്രിൻസിൽ നിന്ന് മാറ്റി വരുന്നത്. അപ്പോൾ ഇവരാണ് ഈ ബാലാം ഒരു ബിബ്ലിക്കൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയും. എന്തിന്? റിലീജിയസ് കോംപ്രമൈസർ. കോംപ്രമൈസിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്. അത് നമുക്ക് സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനത്തിൽ കാണാം. സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിനെ സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. 2 പത്രോസ് 2:15. നേർവഴിയിൽ നിന്ന് മാറി അവർ തിന്മ ചെയ്തു. അവളുടെ പുത്രനായ ബാലാമിന്റെ മാർഗമാണ് അവർ പിന്തുടർന്നത്. അവനാകട്ടെ തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചവനാണ്. യൂദ 11. അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായന്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിന്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. ഇവര് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇതേ പഠനം അന്ന് മുതൽ ഇന്ന് വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചാൽ യാതൊരു കുഴപ്പമില്ല. അന്ന് മുതൽ ഇന്ന് വരെ അതിങ്ങനെ ക്യാരി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് തുടരാം. അതുപോലെ തന്നെ നിക്കോളവസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതുകൊണ്ട് അനുദപിക്കുക. അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നു എന്ന് മതി. അപ്പം നമുക്ക് ആദ്യം ഈ ജെൻറ്റൈൽ ക്രിസ്ത്യൻസ് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞുള്ള വചനങ്ങളുണ്ടല്ലോ. ആക്ട്സ് ഓഫ് ദ അപ്പോസിൽസ് 15, 19, 20 ജെറുസലം കൗൺസിലിൽ പറഞ്ഞ കാര്യം അത് വായിക്കാം. വിഷമിപ്പിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. എന്നാൽ അവർ വിഗ്രഹാരാധനയെ സമർപ്പിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്ത് ഞെരിച്ച് ബന്ധപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതുക. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അപ്പൊ ദൈവത്തിനോട് ശത്രുത 2 ലെവല് കിട്ടിയില്ലേ? അതായത് ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തിനോട് ശത്രുതയാവും. അപ്പം അവർ അതിനാൽ തന്നെ വീക്കാവാണ്. ഈ പറയുന്ന സ്ഥലത്ത് കുറേ ഗിൽസ് സമൂഹങ്ങൾ ഉണ്ട്. ഏത് പെർഗമോല് അവിടെ അവർക്ക് ഇതൊക്കെ ചെയ്യണം. ആനുവൽ ഡിന്നറൊക്കെ ഉണ്ട്. അതിൻ്റെ പേയ്മെൻ്റൊക്കെ നടത്തണം. നമ്മുടെ സ്ഥലം ദൈവങ്ങൾക്ക് സമർപ്പിക്കാൻ കൃത്യമായിട്ട് പിശാച് ആൾക്കാർക്ക് പ്രേരണ കൊടുക്കുന്നുണ്ട്. ഞാൻ ആൾക്കാരെ നമ്മൾ എപ്പോഴും മാറി കാണുന്നുണ്ടോ, അത് പിശാച് കൃത്യമായിട്ട് പ്ലാൻ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുക. അതാണല്ലോ നമ്മുടെ ഇവിടെ വിഷയം. അതായത് നമ്മൾ എത്രമാത്രം കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. കോംപ്രമൈസ് ചെയ്ത് എന്തുണ്ടാവുക എന്നറിയണം. ക്രിസ്തു ഇല്ലാത്ത ഒരു സഭ നമ്മൾ തന്നെ സ്ഥാപിച്ചെടുക്കും. ക്രൈസ്റ്റ്ലെസ് ചർച്ചാണ് ഇവരുടെ ആഗ്രഹം. നമ്മുടെ സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമാണ്.
നമുക്കാണ് ഇതേപോലെ പണിയെടുക്കാൻ അറിയുള്ളൂ. ആ പണി അവർക്ക് ആവശ്യമാണ്. ആ സത്യമായിട്ടും അവർക്ക് നമ്മുടെ പണി ആവശ്യമാണ്. നമ്മളെപ്പോലെ നിസ്വാർത്ഥമായി ഈ ജന്മത്ത് ഈ കാലഘട്ടത്തല്ല ഏത് കാലഘട്ടത്തിലും ഇതുപോലെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ നമ്മളെ വെച്ച് നമ്മുടെ സ്ഥാപനത്തിൽ ക്രിസ്തു ഇല്ലാത്ത ഒരു സംവിധാനത്തിന് വളരെ വലിയ വലയം ഉണ്ട്. അതുകൊണ്ടാണ് ഈ കോംപ്രമൈസ്. ഇനി ഇതൊക്കെ ഔട്ടർ തലത്തിലാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് ദൈവികമായിട്ടുള്ള വഴിയിലൂടെ വളരാൻ ദൈവം അനുവദിക്കുന്നതിന് നമ്മൾ ചാൻസസ് കിട്ടുമ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോന്ന്, നമ്മൾ എന്താ ചോയ്സ് ചെയ്യുന്നത്? നമുക്കിവിടെ മുമ്പിൽ 2 ഓഫർ വയ്ക്കുകയാണ്. ഒരു വിധത്തിലും ആരുടെയും അഭിനന്ദനം കിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് തള്ളപ്പെടാനും ഒഴിവാക്കപ്പെടാനും വേണ്ടി ഒരു അവസരം തന്നു എന്ന് വിചാരിക്കട്ടെ. 1 കൊറിന്തോസ് 4:13 എന്നുള്ളൊരു ചാൻസ് തന്നു എന്ന് വിചാരിക്കട്ടെ. പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിന്റെയും ഉച്ചിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു. ചപ്പും ചവറുമായിട്ട് കണക്കാക്കപ്പെടാൻ വേണ്ടി നമ്മൾ നിലനിൽക്കുന്ന ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മളോടുള്ള ക്വസ്റ്റ്യനാണ്. എൻ്റെ മുമ്പിൽ ഒരു ചാൻസ് തരികയാണ്. അതായത് എല്ലാവരാലും തഴയപ്പെടാനും ഉപേക്ഷിക്കപ്പെടാനും ചപ്പും ചവറും ആയി കണക്കാക്കപ്പെടാനും വേണ്ടി ബാക്കി പുറത്ത് നടക്കുന്നൊക്കെ വിട്ടുകളയും. ദൈവികമായ ഒരു നിലപാടിന് വേണ്ടി എൻ്റെ മുമ്പിൽ ഒരു ചോയ്സ് വെക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പൊസിഷൻ എടുക്കും? ഞാൻ കോംപ്രമൈസ് ചെയ്യുമോ ഇല്ലയോ? ഉത്തരം നമ്മൾ വ്യക്തിപരമായിട്ട് ആലോചിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത സഭയുടെ കാര്യത്തിലേക്ക് പോകും സമയത്ത്